അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ വെളിയിലിരിക്കുമ്പോൾ ഞാനിവിടെ തുളസി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തുളസി ചെടി തുളസി മാടം മാതിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ആയിട്ട് ഒരു അനക്കം കണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പൂച്ച അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഈ ഏരിയയിൽ ഞാൻ ഈ പൂച്ചയെ കണ്ടിട്ടില്ലല്ലോ, ഇതങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ എന്നെ കണ്ട് കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇതെന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചമാതിരി റിയാക്ട് ചെയ്യുന്നില്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നോക്കിയപ്പോൾ വിശന്നിട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി വീട്ടിനകത്ത് പാലെടുത്തിട്ട് ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തപ്പോൾ അത് നല്ലതായിട്ട് കുടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി വിശന്നിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കി, ബിസ്ക്കറ്റ് തന്നില്ല. പിന്നെ ഒരു ശകലം തൈരുണ്ടായിരുന്നു, ആ തൈര് ഒഴിച്ച് ഞാൻ ഇച്ചിരി ചോറ് കൊടുത്തപ്പോൾ തൈര് ഒഴിച്ചപ്പോൾ നല്ലതായിട്ട് കഴിച്ചത്. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ലഞ്ചിന് വരുന്ന സമയത്ത് ഇച്ചിരി കതക് തുറന്നിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കതക് തുറക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ആൾ വെയിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ അലയ്ക്കുന്നൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നെ കണ്ടപ്പം പെട്ടെന്ന് അലച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിശന്നിട്ട് വന്നതാണെന്ന്. എവിടെ നിന്ന് വന്നതെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് സ്നാക്സ് ഇരിപ്പുണ്ടായിരുന്നു, അതും ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ പാൽ നല്ല കുടിക്കുന്നുണ്ട്, സ്നാക്സ് ഒന്നും മണത്ത് നോക്കിയിട്ട് കഴിക്കുന്നില്ല, ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് തൈര് കൊണ്ടുവരുമ്പോൾ അതൊഴിച്ചിട്ട് കുറച്ച് ചോറ് കൊടുക്കണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് 2 പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും വിശന്ന് നമ്മളെ തേടി വന്നതല്ലേ. പക്ഷേ ഭക്ഷണം കഴിച്ച ആൾ നിൽക്കത്തൊന്നുമില്ല, ഉടനെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും, പോയേക്കും എങ്ങോട്ടേലും. പിന്നെ വിശക്കുമ്പോൾ നമ്മളെ തേടി കയറി വരും. അപ്പോൾ എനിക്കിത് നല്ല സന്തോഷത്തിലാണ് ഞാനിത് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ് നല്ലതാണോ ചീത്തയാണോ അല്ലെ പൂച്ച കയറി വരുന്നതിനെ പറ്റി ഒക്കെ പല വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. എന്തായി ആയിക്കൊള്ളട്ടെ, അത് വിശന്ന് വന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കുമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം വന്നത്. അപ്പം അതാണ് പ്രകൃതിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ഞാൻ എന്നും പ്രാവിനും കാക്കയ്ക്കും കുരുവിക്കും ഒക്കെ മിച്ചറും ചോറും ഈ അരിയൊക്കെ ഇടും. അപ്പോൾ അത് അപ്പോൾ ഇതിന് വിശന്നപ്പം പ്രപഞ്ചം അതിന് തോന്നിച്ചതായിരിക്കും ഇവിടെ എൻ്റെ അടുത്ത് വന്നാൽ ഭക്ഷണം കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അത് വരുമ്പോഴെല്ലാം ഞാൻ അതിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു വിടുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഇതിനകത്ത് നല്ലതോ കെട്ടതോ ഞാൻ നോക്കുന്നില്ല, അതെല്ലാം പ്രപഞ്ചത്തിൻ്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ.